ഹായ്, അടുത്ത നമ്മൾ റാങ്ക് നള്ളിറ്റി ആൻഡ് ദി ഫണ്ടമെൻ്റൽ മാട്രിക്സ് സ്പേസസ് ആണ് നോക്കുന്നത്. അപ്പോൾ അതിൽ സ്റ്റാർട്ട് ചെയ്യുന്ന തിയറാണ് ദി റോ സ്പേസ് ആൻഡ് ദി കോളം സ്പേസ് ഓഫ് എ മെട്രിക്സ് എ ഹാവ് ദി സെയിം ഡയമെൻഷൻ. അതായത് ഒരു റോ സ്പേസിനും കോളം സ്പേസ് ഓഫ് എ മെട്രിക്സ്, ഒരു മെട്രിക്സ് എയുടെ റോ സ്പേസും കോളം സ്പേസിനും സെയിം ഡയമെൻഷൻ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രൂഫ് നോക്കാം. വി നോ ദാറ്റ് എലമെൻ്ററി റോ ഓപ്പറേഷൻസ് ഡു നോട്ട് ചേഞ്ച് ദി റോ സ്പേസ് ഓഫ് എ മെട്രിക്സ്. നമ്മൾ പറഞ്ഞിരുന്നു തിയറം 9.4. അത് ജസ്റ്റ് തിയറം മാത്രമേ ഉള്ളൂ, അതിൻ്റെ പ്രൂഫ് ഒന്നുമില്ല. തിയറത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു എലമെൻ്ററി റോ ഓപ്പറേഷൻ ചെയ്താലും എന്തുണ്ടാവില്ല, റോ സ്പേസിന് ചേഞ്ച് വരില്ല നമ്മൾ പറഞ്ഞിരുന്നു. ഇഫ് എ ആൻഡ് ബി ആർ റോ ഇക്വലൻറ്റ് മെട്രിക്സസ്, എ ബി എന്ന് പറഞ്ഞാൽ റോ ഇക്വലൻറ്റ് മെട്രിക്സസ് ആണ്, ദെൻ എ ഗിവൺ സെറ്റ് ഓഫ് കോളം വെക്റ്റേഴ്സ് ഓഫ് എ ഫോംസ് എ ബേസിസ് ഫോർ ദി കോളം സ്പേസ് ഓഫ് എ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദി കറസ്പോണ്ടിങ് കോളം വെക്റ്റേഴ്സ് ഓഫ് ബി ഫോം എ ബേസിസ് ഫോർ ദി കോളം സ്പേസ് ഓഫ് ബി. ഇത് ഒരു തിയറാണ്. 9.6 ബി എന്ന് പറഞ്ഞ തിയറം മാത്രമേ ഉള്ളൂ, പ്രൂഫ് ഒന്നും ഉണ്ടായിരുന്നില്ല അതിൻ്റെ. അത് നമ്മൾ പറഞ്ഞിരുന്നു എ ബി പറഞ്ഞ രണ്ട് റോ ഇക്വലൻറ്റ് മെട്രിക്സസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൽ എയുടെ കോളം വെക്റ്റേഴ്സ് കൊണ്ട് നമ്മളൊരു കോളം സ്പേസിൻ്റെ ബേസിസ് ഫോം ചെയ്യും. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടും, ബിയുടെ കോളം വെക്റ്റേഴ്സ് കൊണ്ട് നമുക്കൊരു കോളം സ്പേസിൻ്റെ ബേസിസിന് നമുക്ക് ഫോം ചെയ്യാം നമ്മൾ പറഞ്ഞിരുന്നു. ഓക്കെ, ഹെൻസ് ഇറ്റ് ഫോളോസ് ദാറ്റ് ദി എലമെൻ്ററി റോ ഓപ്പറേഷൻസ് ഡു നോട്ട് ചേഞ്ച് ദി ഡയമെൻഷൻ ഓഫ് ദി റോ സ്പേസ് ഓർ ഓഫ് ദി കോളം സ്പേസ് ഓഫ് എ മെട്രിക്സ്. അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, അതായത് ഏത് കോളം വെക്റ്ററാണോ എടുക്കുന്നത് രണ്ടും ഇക്വലൻ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, അതിൽ നിന്ന് രണ്ടെന്നും എന്ത് എലമെൻ്ററി റോ ഓപ്പറേഷൻ ചെയ്താലും നമ്മുടെ കോളം സ്പേസും റോ സ്പേസും എന്തായിരിക്കും, സെയിം ആയിരിക്കും എന്ന് പറയാം. ഓക്കെ, അതായത് ഡയമെൻഷൻ സെയിം ആവും നമുക്ക് പറയാം. അതായത് ബേസിസ് ഈക്വൽ ആവും. ബേസിസിൻ്റെ നമ്പറിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്, ഡയമെൻഷൻ എന്ന് പറഞ്ഞത്. സോ ബേസിസിന് നമ്പർ ഈക്വൽ ആവും. ദസ് ഇഫ് ആർ ഈസ് എനി റോ ഐക്കലൻ ഫോം ഓഫ് എ ഇറ്റ് മസ്റ്റ് ബി ട്രൂ ദാറ്റ് ആർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റോ ഐക്കലൻ ഫോമുള്ള ഒരു മെട്രിക്സ് ആണ് എനെ നമ്മൾ റോ ഐക്കലൻ ഫോമിലേക്ക് മാറ്റിയിട്ടുള്ള മെട്രിക്സ് ആണ് എന്ത്, ആർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഡയമെൻഷൻ ഓഫ് റോ സ്പേസ് ഓഫ് എ ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് റോ സ്പേസ് ഓഫ് എ എന്ന് പറഞ്ഞ മെട്രിക്സിൻ്റെ റോ സ്പേസിൻ്റെ ഡയമെൻഷനും ആർ എന്ന് പറഞ്ഞ റോ ഐക്കലൻ ഫോമിലേക്ക് മാറ്റിയിട്ടുള്ള ആ മെട്രിക്സിൻ്റെ ഡയമെൻഷനും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അതേപോലെ ഡയമെൻഷൻ ഓഫ് കോളം സ്പേസ് ഓഫ് എ ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് കോളം സ്പേസ് ഓഫ് ആർ. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനും ഈ രണ്ട് റിസൾട്ട് നോക്കാം. ഹെൻസ് ഇറ്റ് ഈസ് സഫിഷ്യൻറ്റ് ടു പ്രൂവ് ദാറ്റ് ദി റോ ആൻഡ് കോളം സ്പേസ് ഓഫ് ആർ ഹാവ് ദി സെയിം ഡയമെൻഷൻ. ഇത് സഫിഷ്യൻ്റ് ആണ്. അതായത് രണ്ടിൻ്റെയും റോ സ്പേസിൻ്റെയും കോളം സ്പേസിൻ്റെയും ഡയമെൻഷൻ സെയിം ആണെന്ന് കരുതിയിട്ട് അല്ല, അതിൻ്റെ ഡയമെൻഷൻ സെയിം ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, അത് എല്ലാം റോ സ്പേസും കോളം സ്പേസും ആവണം നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. അതായത് സഫിഷ്യൻ്റ്ലി നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റില്ല, തിരിച്ച് പ്രൂവ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, വി നോ ദാറ്റ് ദി റോ വെക്റ്റേഴ്സ് വിത്ത് ദി ലീഡിംഗ് വൺസ് ഫോം എ ബേസിസ് ഫോർ ദി റോ സ്പേസ് ഓഫ് ആർ ആൻഡ് ദി കോളം വെക്റ്റേഴ്സ് വിത്ത് ദി ലീഡിംഗ് വൺസ് ഓഫ് ദി റോ വെക്റ്റേഴ്സ് ഫോം എ ബേസിസ് ഫോർ ദി കോളം സ്പേസ് ഓഫ് ആർ. നമ്മൾ പറഞ്ഞിരുന്നു ഒരു മെട്രിക്സിൻ്റെ റോ വെക്റ്റേഴ്സ്, അതിലെ റോ വെക്റ്റേഴ്സിൽ ലീഡിങ് വൺ, അതായത് വണ്ണുള്ള ഒരു റോയിലെങ്കിലും എല്ലാ റോസിലും നമുക്ക് എന്ത് വേണം, ലീഡിങ് ആയിട്ട് വൺ എന്ന് പറഞ്ഞ എലമെൻറ്റ് വേണം. അങ്ങനെയുള്ള ആ ഒരു റോ വെക്റ്റേഴ്സ് മാത്രമേ എന്ത് ഫോം ചെയ്യുള്ളൂ, റോ സ്പേസ് ഫോം ചെയ്യുള്ളൂ ഓഫ് ആറിൽ. അതേപോലെ തന്നെ കോളം വെക്റ്റേഴ്സിൻ്റെ കേസിലും എന്താ പറഞ്ഞിരുന്നത്, ലീഡിങ് കോളത്തിൽ എല്ലാ കോളത്തിലും എന്തുണ്ടായിരിക്കണം, ലീഡിങ് വണ്ണ് ഇല്ലാത്ത കോളത്തിന് നമ്മൾ എന്തായിട്ട് എടുക്കില്ല, ബേസിസ് ആയിട്ട് എടുക്കില്ല എന്ന് പറഞ്ഞിരുന്നു. റെഫർ തിയറം 9.5. ഹെൻസ് ദി ഡയമെൻഷൻ ഓഫ് ദി റോ സ്പേസ് ഓഫ് ആർ ഈസ് ദി നമ്പർ ഓഫ് റോസ് വിത്ത് ദി ലീഡിംഗ് വൺസ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, റോ സ്പേസിൻ്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്പർ ഓഫ് റോസ് വിത്ത് ദി ലീഡിംഗ് വൺസ്. വൺ ഉള്ള നമ്പർ ഓഫ് റോസ്, വൺ എന്ന് പറഞ്ഞ എലമെൻറ്റുള്ള നമ്പർ ഓഫ് റോസിനെയാണ് നമുക്ക് എന്ത് പറയാം, ഡയമെൻഷൻ ഓഫ് റോ സ്പേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അതേപോലെ ഡയമെൻഷൻ ഓഫ് കോളം സ്പേസ് എന്ന് പറഞ്ഞാൽ എന്താ, ഇസ് ദി നമ്പർ ഓഫ് ലീഡിംഗ് വൺസ്. അതേപോലെ തന്നെ കോളം സ്പേസ് എന്ന് പറഞ്ഞിട്ട് കോളം സ്പേസിൻ്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, നമ്പർ ഓഫ് കോളത്തിൽ ലീഡിംഗ് വൺ ഉള്ളത്. ഓക്കെ, സിൻസ് ദീസ് ടു നമ്പേഴ്സ് ആർ ദി സെയിം, ഈ രണ്ട് നമ്പർ എന്തായിരിക്കും, സെയിം ആയിരിക്കും. ദി റോ ആൻഡ് കോളം സ്പേസ് ഓഫ് ആർ ആൻഡ് ഹെൻസ് എ ഹാവ് ദി സെയിം ഡയമെൻഷൻ. അപ്പോൾ നമുക്ക് എന്താ പറയുക, രണ്ട് നമ്പേഴ്സ് സെയിം ആയതുകൊണ്ട് റോയും കോളം സ്പേസ് ഓഫ് ആറും എന്തായിരിക്കും, സെയിം ഡയമെൻഷൻ ആയിരിക്കും എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഡയമെൻഷൻ ഓഫ് റോ സ്പേസും ഡയമെൻഷൻ ഓഫ് കോളം സ്പേസും മനസ്സിലായല്ലോ. ഇതാണ് ഡയമെൻഷൻ. ഓക്കെ, അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറാണ്, അപ്പോൾ പഠിച്ചു വയ്ക്കാം. അടുത്ത റാങ്ക് ആൻഡ് നള്ളിറ്റി ആണ് പറയുന്നത്. അതിൽ ആദ്യം ഡെഫിനിഷനാണ്, ദി കോമൺ ഡയമെൻഷൻ ഓഫ് ദി റോ സ്പേസ് ആൻഡ് ദി കോളം സ്പേസ് ഓഫ് എ മെട്രിക്സ് എ ഈസ് കോൾഡ് ദി റാങ്ക്.
അതായത് റോ സ്പേസിനും കോളം സ്പേസിനും കോമൺ ആയിട്ടുള്ള ഡയമെൻഷൻ വരുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, റാങ്ക് ഓഫ് എ എന്ന് പറയാം. ആൻഡ് ഇസ് ഡിനോട്ടഡ് ബൈ റാങ്ക് ഓഫ് എ. ദി ഡയമെൻഷൻ ഓഫ് ദി നൾ സ്പേസ് ഓഫ് എ ഈസ് കോൾഡ് ദ നള്ളിറ്റി. നൾ സ്പേസിൻ്റെ ഡയമെൻഷനാണ് നമ്മൾ എന്ത് പറയുക, നള്ളിറ്റി ഓഫ് എ. അതിന് ഡിനോട്ട് ചെയ്യുന്നത് നള്ളിറ്റി ഓഫ് എ എന്നാണ്. ഓക്കെ, അപ്പോൾ റോ സ്പേസിൻ്റെയും കോളം സ്പേസിൻ്റെയും കോമൺ ആയിട്ടുള്ള ഡയമെൻഷനെയാണ് നമ്മൾ റാങ്ക് എന്ന് പറയാം. നൾ സ്പേസിൻ്റെ ഡയമെൻഷനാണ് നള്ളിറ്റി പറയുക. നൾ സ്പേസ് എന്താണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഈ തിയറം നോക്കാം. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറാണ്. തിയറം ഡയമെൻഷൻ തിയറം ഫോർ മെട്രിക്സസ് അങ്ങനെ ചോദിക്കുക ചിലപ്പോൾ. സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ഡയമെൻഷൻ തിയറം ഫോർ മെട്രിക്സസ്. അപ്പോൾ അത് സ്റ്റേറ്റ് ചെയ്യുക. എന്താ സ്റ്റേറ്റ്? ഇഫ് എ ഈസ് എ മെട്രിക്സ് വിത്ത് n കോളംസ്. എ എന്ന് പറഞ്ഞൊരു മെട്രിക്സ് ആണ് വിത്ത് n കോളംസ്. n കോളംസ് ഉള്ള മെട്രിക്സ് ആണ് എന്ത് എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ റാങ്ക് ഓഫ് എ പ്ലസ് നള്ളിറ്റി ഓഫ് എ ഈക്വൽ ടു n. ദാറ്റ്സ് ഈക്വൽ ടു നമ്പർ ഓഫ് കോളംസ് ഓഫ് എ. റാങ്ക് നള്ളിറ്റിയും കൂടിയിട്ട് എയുടെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, നമ്പർ ഓഫ് കോളം കിട്ടുന്നതാണ്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ടും കൂടിയാണ്. ചിലപ്പോൾ നിങ്ങളോട് എന്ത് പറയും, റാങ്ക് ഓഫ് എ പ്ലസ് നള്ളിറ്റി ഓഫ് എ ഈക്വൽ ടു n ആണെന്ന് പ്രൂവ് ചെയ്യുക. ഹിയർ എ ഈസ് ഇൻ ദി മെട്രിക്സ് വിത്ത് n കോളംസ് എന്നും ചോദിക്കും. ഓക്കെ, അങ്ങനെ ചിലപ്പോൾ ചോദിക്കും. ചിലപ്പോൾ എന്ത് പറയും, സ്റ്റേറ്റ് ആൻഡ് പ്രൂഫ് ഡയമെൻഷൻ തിയറം ഫോർ മെട്രിക്സസ്. എന്തായാലും ഈ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. സോ പ്രൂഫ് നോക്കാം. ലെറ്റ് എ ബി ദി മെട്രിക്സ് വിത്ത് n കോളംസ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ n കോളംസ് ഉള്ള ഒരു മെട്രിക്സ് ആണ്. ദി നൾ സ്പേസ് ഓഫ് എ ഈസ് ദി സൊല്യൂഷൻ സ്പേസ് ഓഫ് ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ഇക്വേഷൻ എ എക്സ് ഈക്വൽ ടു 0. നൾ സ്പേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് ഒന്നും കൂടി റീകോൾ ചെയ്തിരിക്കുകയാണ്. നൾ സ്പേസ് ഓഫ് എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോമോജീനിയസ് സിസ്റ്റം ആയിട്ടുള്ള എ എക്സ് ഈക്വൽ ടു 0ൻ്റെ സൊല്യൂഷനാണ്. സിൻസ് ഹാസ് n കോളംസ് ദി ഹോമോജീനിയസ് സിസ്റ്റം എ എക്സ് ഈക്വൽ ടു 0 ഹാസ് n അൺനോൺസ് വേരിയബിൾ. നമുക്ക് എന്ത് പറയാം, n കോളമുള്ള ഒരു മെട്രിക്സ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഹോമോജീനിയസ് സിസ്റ്റം എ എക്സ് ഈക്വൽ ടു 0ൽ എത്ര അൺനോൺസ് ഉണ്ടാവും, n അൺനോൺസ് ഉണ്ടാവും. n അൺനോൺസ് ഉണ്ടായാൽ n സൊല്യൂഷൻസ് ഉണ്ടാവും. ഓക്കെ, എ ഹോമോജീനിയസ് സിസ്റ്റം ഈസ് ഓൾവേസ് കൺസിസ്റ്റന്റ് ആൻഡ് ഇറ്റ് ഹാസ് എയ്തർ യൂണിക് സൊല്യൂഷൻ ഓർ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ. ഒരു ഹോമോജീനിയസ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, കൺസിസ്റ്റൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അതിൽ ഒന്നുകിൽ യൂണിക് സൊല്യൂഷനോ അല്ലെങ്കിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷനോ എന്തായാലും ഉണ്ടാവും. ഹെൻസ് ഇൻ ദി സൊല്യൂഷൻ ഓഫ് ഹോമോജീനിയസ് സിസ്റ്റം ദി വേരിയബിൾസ് ഫോൾ ഇൻ ടു 2 കാറ്റഗറി. ഒരു ഹോമോജീനിയസ് സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വേരിയബിൾസ് നമുക്ക് 2 കാറ്റഗറി ആയിട്ട് പറയാം. ഒന്ന് ലീഡിങ് വേരിയബിൾസും ഒന്ന് ഫ്രീ വേരിയബിൾസും. അതായത് ചിലപ്പോൾ x1 x2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലീഡിങ് വേരിയബിൾസ് ആയിരിക്കും. x3 എന്ന് പറയുന്നത് x1 പ്ലസ് x2 അല്ലെങ്കിൽ x1 പ്ലസ് 5, അങ്ങനെ x3 x4 x5 എന്നൊക്കെ പറയുന്നത് ഈ x1 ലീഡിങ് വേരിയബിൾസ് കൊണ്ട് ഡിഫൈൻ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറഞ്ഞാൽ ഹോമോജീനിയസ് സിസ്റ്റത്തിന് 2 കാറ്റഗറീസ് ഉണ്ട്. ഫസ്റ്റ് വൺ ലീഡിങ് വേരിയബിൾ ആൻഡ് സെക്കൻഡ് വൺ ഫ്രീ വേരിയബിൾ. ആൻഡ് നമുക്ക് പറയാം ദെർഫോർ നമ്പർ ഓഫ് ലീഡിങ് വേരിയബിൾസ് പ്ലസ് നമ്പർ ഓഫ് ഫ്രീ വേരിയബിൾ എന്തായിരിക്കും, n ആയിരിക്കും. എന്തായാലും ഇതിലിപ്പോൾ x1 x2 എക്സെട്ര xn സൊല്യൂഷൻസ് ഉണ്ടാവും. കാരണം നമ്മൾ n കോളംസ് ആണുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇതിലിപ്പോൾ ഒരു 5 എണ്ണം ലീഡിങ് വേരിയബിൾ ആണ്, ബാക്കിയുള്ളത് എന്താണ്, ഫ്രീ വേരിയബിൾസ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് നമുക്ക് എത്ര വരണം, n വരണം. കാരണം നമുക്ക് n കോളംസ് ആണ് ഉള്ളത്. ഓക്കെ, സിൻസ് ദി ലീഡിങ് വേരിയബിൾ കറസ്പോണ്ട് ടു ദി ലീഡിങ് വൺസ് ഇൻ എനി റോ എക്കലൻ ഫോം ഓഫ് എ. അപ്പോൾ നമ്മൾ ഇവിടെ സ്പേസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ലീഡിങ് 1 ഉള്ളത്. ഇപ്പോൾ നമ്മളൊരു കോളം സ്പേസിൽ 1 0 0, അതേപോലെ 2 0 0, 3 1 5 ആൻഡ് 4 2 1 ഇങ്ങനെ എടുക്കണം വിചാരിച്ചാൽ ഇതെന്തല്ല നമ്മളുടെ ബേസിസ് ആയിട്ട് വരില്ല. അപ്പോൾ ഇതിൽ x1 x3 ആൻഡ് x4 അതൊക്കെയാണ് എന്ത് ലീഡിങ് വേരിയബിൾസ് ആയിട്ട് വരിക. x2 എന്തല്ല ലീഡിങ് വേരിയബിൾ ഇല്ല, കാരണം എന്താ 1 ഇല്ലാത്തതുകൊണ്ട്. സോ നമ്മൾ കോളം എടുക്കുന്നതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. സോ ലീഡിങ് 1 ഈസ് എനി റോ എക്കലൻ ഫോം ഓഫ് എ. അപ്പോൾ ലീഡിങ് 1 ഉള്ളതിനാണ് നമ്മൾ എന്ത് പറഞ്ഞത്, ലീഡിങ് വേരിയബിൾ ആയിട്ട് എടുക്കുന്നത്. ദി നമ്പർ ഓഫ് ലീഡിങ് വേരിയബിൾ ഈസ് ദി സെയിം ആസ് ദി നമ്പർ ഓഫ് ലീഡിങ് വൺസ്. നമ്പർ ഓഫ് ലീഡിങ് വേരിയബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനോട് സെയിം ആയിരിക്കും, ലീഡിങ് വൺസിനോട് സെയിം ആയിരിക്കും. വിച്ച് ഇസ് ദി സെയിം ആസ് ദി ഡയമെൻഷൻ ഓഫ് റോ സ്പേസ് ഓഫ് എ. അതും ഡയമെൻഷൻ ഓഫ് റോ സ്പേസ് ഓഫ് എയും എന്തായിരിക്കും, സെയിം ആയിരിക്കും. കാരണം നമ്മൾ ലീഡിങ് 1 ഉള്ള ആ ഒരു എലമെൻറ്റ്, ലീഡിങ് 1 ഉള്ള കോളത്തിനാണ് നമ്മൾ എന്തെടുക്കുന്നത്, അതിൻ്റെ റോ സ്പേസിൻ്റെ ഡയമെൻഷനായിട്ട് ചൂസ് ചെയ്യുന്നത്. ഓക്കെ, റോ സ്പേസിലെ ബേസിസ് ആയിട്ട് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ റോ സ്പേസിലെ ബേസിസ് ആയിട്ട് ചൂസ് ചെയ്യുമ്പോൾ ആ ബേസിസിൻ്റെ എണ്ണത്തിനാണ് നമ്മൾ എന്ത് പറയുക, ഡയമെൻഷൻ ഓഫ് റോ സ്പേസ് എന്ന് പറയാം. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ലീഡിങ് വേരിയബിളും എന്തിനോട് ഈക്വൽ ആയിരിക്കും, നമ്പർ ഓഫ് ലീഡിങ് വേരിയബിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയമെൻഷൻ ഓഫ് റോ സ്പേസ് ഓഫ് എനോട് ഈക്വൽ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ പഠിക്കുക കേട്ടോ, ലീഡിങ് നമ്പർ ഓഫ് ലീഡിങ് വേരിയബിൾ ഈസ് സെയിം ആസ് ദി എന്തിനോട്, ലീഡിങ് വൺസ് ഉള്ള കോളത്തിനോട് ഈക്വൽ ആയിരിക്കും. അതായത് 1 എലമെൻ്റ് ഉള്ള കോളത്തിനോട് ഈക്വൽ ആയിരിക്കും. ഈ 1 എലമെൻ്റ് ഉള്ള കോളാണ് നമ്മൾ എന്തായിട്ട് ചൂസ് ചെയ്യുന്നത്, റോ സ്പേസിലെ
ബേസിസ് ആയിട്ട് ചൂസ് ചെയ്യുന്നത്. ഓക്കെ, വിച്ച് ഈസ് ദി സെയിം ആസ് ദി റാങ്ക് ഓഫ് എ. അപ്പോൾ നമുക്ക് എന്ത് പറയാം, അത് റാങ്ക് ഓഫ് എനോട് സെയിം ആണെന്ന് പറയാം. ഓക്കെ, ഡയമെൻഷൻ ഓഫ് റോ സ്പേസ് അല്ലെങ്കിൽ ഡയമെൻഷൻ ഓഫ് കോളം സ്പേസ് ആണ് എന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റാങ്ക് ഓഫ് എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓൾസോ ദി നമ്പർ ഓഫ് ഫ്രീ വേരിയബിൾസ് ഇൻ ദി ജനറൽ സൊല്യൂഷൻ ഓഫ് എ എക്സ് ഈക്വൽ ടു 0 ഇസ് ദി സെയിം ആസ് ദി നമ്പർ ഓഫ് പാരാമീറ്റേഴ്സ് ഇൻ ദാറ്റ് സൊല്യൂഷൻ. ഇനി നമുക്കിപ്പോൾ ലീഡിങ് വേരിയബിൾസിൻ്റെ കേസ് നമ്മൾ പറഞ്ഞു, ലീഡിങ് വേരിയബിൾ ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി, റാങ്ക് ഓഫ് എനോട് ഈക്വൽ ആണെന്ന് പറഞ്ഞു. ഇനി അടുത്ത് നമുക്ക് എന്താ, നമ്പർ ഓഫ് ഫ്രീ വേരിയബിൾസ്, കാരണം നമ്മൾ ഈ ഒരു ഭാഗം കണ്ടെത്തി, ഇനി ഈ ഒരു ഭാഗം നോക്കണ്ട്. അപ്പോൾ നമ്പർ ഓഫ് ഫ്രീ വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്പർ ഓഫ് ഫ്രീ വേരിയബിൾസ് ഇൻ ദി ജനറൽ സൊല്യൂഷൻ എ എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ ജനറൽ സൊല്യൂഷൻ്റെ നമ്പർ ഓഫ് ഫ്രീ വേരിയബിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്തിനോട് ഈക്വൽ ആണ്, ആസ് സെയിം ആസ് ദി നമ്പർ ഓഫ് പാരാമീറ്റേഴ്സ് ഇൻ ദാറ്റ് സൊല്യൂഷൻ. അതിലെ പാരാമീറ്റേഴ്സിനോട് ഈക്വൽ ആയിരിക്കും. വിച്ച് ഈസ് ദി സെയിം ആസ് ദി ഡയമെൻഷൻ ഓഫ് ദി സൊല്യൂഷൻ സ്പേസ് ഓഫ് എ എക്സ് ഈക്വൽ ടു 0. അത് എന്തിനോട് ഈക്വൽ ആണ് നമുക്ക് പറയാം, എ എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ സൊല്യൂഷൻ സ്പേസിൻ്റെ ഡയമെൻഷനോട് ഈക്വൽ ആണെന്ന് പറയാം. അതായത് എ എക്സ് ഈക്വൽ ടു 0ൻ്റെ സൊല്യൂഷൻ്റെ ഡയമെൻഷൻ. അപ്പോൾ എ എക്സ് ഈക്വൽ ടു 0ന് ഇപ്പോൾ ഒരു 5 വേരിയബിൾസ് ലീഡിങ് ഫ്രീ വേരിയബിൾസ് ഉണ്ട്, അതാണ് അതിൻ്റെ ഡയമെൻഷൻ എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, അതാണ് നള്ളിറ്റി ഓഫ് എ എന്ന് പറയാം. ഓക്കെ, എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ട് സൊല്യൂഷനാണ് എന്ത്, നള്ളിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നള്ളിറ്റി ഓഫ് എ അതാണ്. ഹെൻസ് ഫ്രം 1, അതായത് ഈ ഒരു ഇക്വേഷൻ നമുക്ക് എന്ത് എഴുതാം, റാങ്ക് ഓഫ് എ പ്ലസ് നള്ളിറ്റി ഓഫ് എ ഈക്വൽ ടു n എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയില്ലേ. അപ്പോൾ റാങ്ക് ആൻഡ് നള്ളിറ്റി തിയറം, റാങ്കിൻ്റെ നള്ളിറ്റി തിയറത്തിൻ്റെ റിലേഷനാണ് പറയുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറാണ്. ഇനി അടുത്തത്, ഇഫ് എ ഈസ് ആൻ m by n മെട്രിക്സ് ദെൻ റാങ്ക് ഓഫ് എ ഈക്വൽ ടു ദി നമ്പർ ഓഫ് ലീഡിംഗ് വേരിയബിൾസ് ഇൻ ദി ജനറൽ സൊല്യൂഷൻ ഓഫ് എ എക്സ് ഈക്വൽ ടു 0 ആൻഡ് നള്ളിറ്റി ഓഫ് എ ഈക്വൽ ടു ദി നമ്പർ ഓഫ് പാരാമീറ്റേഴ്സ് ഇൻ ദി ജനറൽ സൊല്യൂഷൻ ഓഫ് എ എക്സ് ഈക്വൽ ടു 0. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണിത്. അടുത്ത തിയറം 10.4, ഇഫ് എ എക്സ് ഈക്വൽ ടു ബി ഈസ് എ കൺസിസ്റ്റൻറ്റ് ലീനിയർ സിസ്റ്റം ഓഫ് m ഇക്വേഷൻസ് ഇൻ n unknowns ആൻഡ് ഇഫ് എ ഹാസ് എ റാങ്ക് r ആണ്, then the general solution of the system contains n-r പാരാമീറ്റേഴ്സ്. അപ്പോൾ നമുക്ക് എന്തറിയാം, n unknowns ആണ് നമുക്കറിയാം. ആ n unknownsൽ റാങ്ക് r എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, നമുക്ക് 2 വേരിയബിൾസ് ഉണ്ടാവുക. ഒന്നെന്താണ്, ഞാൻ ജസ്റ്റ് ഒന്ന് പ്രൂഫല്ല, ജസ്റ്റ് എങ്ങനെയാണെന്നുള്ള കൺസെപ്റ്റ് ഞാൻ ക്ലിയർ ചെയ്ത് തരികയാണ്. നമുക്ക് 2 വേരിയബിൾ, ഒന്ന് ലീഡിങ് വേരിയബിൾസ്, ഒന്ന് ഫ്രീ വേരിയബിൾ. അപ്പോൾ ലീഡിങ് വേരിയബിളായിട്ട് r ഉണ്ട്, റാങ്ക് 6 ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ലീഡിങ് വേരിയബിൾ 6 ആണെങ്കിൽ നമുക്ക് ജനറൽ സൊല്യൂഷൻ ഓഫ് ദി സിസ്റ്റം കണ്ടെയ്ൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് എന്താ, ഫ്രീ വേരിയബിൾ എത്രയും വരിക, n-r ആയിരിക്കും. ഓക്കെ, ജസ്റ്റ് ഒന്ന് പ്രൂഫല്ല, ജസ്റ്റ് പറഞ്ഞു തരും. അത് സിമ്പിളായിട്ട് നമുക്ക് ആ തിയറത്തിൽ നിന്ന് നമ്മൾ കഴിഞ്ഞ തിയറം റാങ്ക് പ്ലസ് നള്ളിറ്റി ആ ഒരു തിയറം വെച്ചിട്ട് തന്നെ ഇതൊരു പ്രൂവ് ചെയ്യാം. സോ സപ്പോസ് എ എക്സ് ഈക്വൽ ടു ബി ഈസ് എ കൺസിസ്റ്റൻറ്റ് ലീനിയർ സിസ്റ്റം ഓഫ് m ഇക്വേഷൻസ് ഇൻ n unknowns. എ എക്സ് ഈക്വൽ ടു ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൺസിസ്റ്റൻറ്റ് ലീനിയർ സിസ്റ്റമാണ്, m ഇക്വേഷൻസും n unknowns ഉള്ളത്. ദെൻ ഇറ്റ്സ് കോഎഫിഷ്യൻറ്റ് മെട്രിക്സ് എ ഈസ് ആൻ m by n മെട്രിക്സ്. അത് m by n മെട്രിക്സ് ആയിരിക്കും. നമുക്ക് എന്തറിയാം, എ എക്സ് ഈക്വൽ ടു ബി എന്ന് പറഞ്ഞത് ഈസ് എ കൺസിസ്റ്റൻറ്റ് ലീനിയർ സിസ്റ്റം. ഒരു കൺസിസ്റ്റൻറ്റ് ലീനിയർ സിസ്റ്റം ആണെങ്കിൽ എന്താണ്, അതിൻ്റെ ജനറൽ സൊല്യൂഷൻ എങ്ങനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യാം, സം ഓഫ് പർട്ടിക്കുലർ സൊല്യൂഷൻ ഓഫ് ദി സിസ്റ്റം ആൻഡ് ദി ജനറൽ സൊല്യൂഷൻ ഓഫ് എ എക്സ് ഈക്വൽ ടു 0. അതായത് പെർട്ടിക്കുലർ സൊല്യൂഷൻ നമ്മൾ കണ്ടെത്തും, പ്ലസ് എന്താണ് എ എക്സ് ഈക്വൽ ടു 0 എന്നുള്ളതിൻ്റെ സൊല്യൂഷനും. അത് രണ്ടും കൂടി ആഡ് ചെയ്താലാണ് നമുക്ക് എന്ത് വരിക, ജനറൽ സൊല്യൂഷൻ. സോ ജനറൽ സൊല്യൂഷൻ ഓഫ് ദി കൺസിസ്റ്റൻറ്റ് ലീനിയർ സിസ്റ്റം നമ്മൾ എക്സ്പ്രസ് ചെയ്യുക എപ്പോഴും എന്താണ്, general solution equal to sum of a particular solution of the system and the general solution of Ax equal to 0. അത് തിയറം 9.2 നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അത് പ്രൂവ് ചെയ്യണം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. Since the particular solution contains no parameter, particular solutionൽ എന്തായാലും എന്തുണ്ടാവില്ല, പാരാമീറ്റേഴ്സ് ഉണ്ടാവില്ല. ഓക്കെ, then the number of parameters in the general solution of the system Ax equal to b is the same as the number of parameters in the general solution of the system Ax equal to 0. അപ്പോൾ നമുക്ക് എന്ത് പറയാം, Ax equal to b എന്നുള്ളതിൻ്റെ പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ Ax equal to 0ൻ്റെ സൊല്യൂഷനിലുള്ള പാരാമീറ്റേഴ്സ് ആയിരിക്കും. ഓക്കെ, ഫ്രീ വേരിയബിൾസ് ആയിട്ടുള്ളതായിരിക്കും എന്ത് Ax equal to bയിലെ parameters എന്ന് പറഞ്ഞിട്ട്. But the number of parameters in the general solution of Ax equal to 0 is equal to the nullity of A. നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട്, number of parameters എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ nullity of A ആണ്. Hence if A has a rank R, A എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, റാങ്ക് R ആണ്. Then by dimension theorem for matrices എന്ത് നമുക്ക് കിട്ടും, nullity of A plus rank of A equal to എന്താ, number of columns of A എന്നാണ്. Okay, therefore the number of parameters in the general solution of the system of equation Ax equal to b is n minus r. അപ്പോൾ നള്ളിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു, നള്ളിറ്റിയാണ് നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നത്. സോ നള്ളിറ്റി ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം,
റാങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നിട്ടുണ്ട് 6 ആണെന്ന്. സോ നള്ളിറ്റി ഈക്വൽ ടു n മൈനസ് 6 എന്ന് വരും. ഓക്കെ, അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറാണ്. നമ്മൾ നോക്കിക്കാം. സോ അടുത്ത ഫൈൻഡ് ദി റാങ്ക് ആൻഡ് നള്ളിറ്റി ഓഫ് ദി മെട്രിക്സ് എ ഈക്വൽ ടു 1 0 - 2 1 0 0 - 1 - 3 1 3 -2 -1 1 -1 3 and 0 1 3 0 -4. വെരിഫൈ ദാറ്റ് റാങ്ക് ഓഫ് എ പ്ലസ് നള്ളിറ്റി ഓഫ് എ ഈക്വൽ ടു നമ്പർ ഓഫ് കോളംസ് ഓഫ് എ ആണ്. അപ്പോൾ എത്ര നമ്പർ ഓഫ് കോളംസ് ഉണ്ട് നമുക്ക് നോക്കാം. 1 2 3 4 5 കോളംസ് ആണ് ഇവിടെ ഉള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് റാങ്ക് ഓഫ് എ കണ്ടെത്തണം ആൻഡ് നള്ളിറ്റി ഓഫ് എയും കണ്ടെത്തണം. അപ്പോൾ റാങ്ക് ഓഫ് എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഡയമെൻഷൻ ഓഫ് റോ സ്പേസ്. അപ്പോൾ അത് നമ്മൾ അതിനെ റോ ഐക്കലൻ ഫോമിലേക്ക് ചേഞ്ച് ചെയ്യണം. ടു ഫൈൻഡ് റാങ്ക് ആൻഡ് നള്ളിറ്റി ഓഫ് ദി മെട്രിക്സ് വി ഹാവ് ടു റെഡ്യൂസ് ടു റോ ഐക്കലൻ ഫോം. റോ ഐക്കലൻ ഫോമിലേക്ക് അതിനെ മാറ്റണം. ഫോർ ദി മെട്രിക്സ് എ ഫസ്റ്റ് എലമെൻറ്റ് ഓഫ് ദി ഫസ്റ്റ് റോ ഇസ് ലീഡിങ് 1 ആക്കി എടുക്കുക. ബാക്കിയുള്ളതിനൊക്കെ എന്താക്കി മാറ്റാം, ഇതിനൊക്കെ 0 ആക്കി മാറ്റാം. അപ്പോൾ നിങ്ങൾ റോ ഐക്കലൻ ഫോമിലേക്ക് മാറ്റാൻ നിങ്ങൾക്കറിയാം. ഞാൻ റിപ്പീറ്റ് ചെയ്യില്ല, നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക കേട്ടോ. അതിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ചേഞ്ച് ഉണ്ടെങ്കിൽ പറയാം. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്തിട്ട് നമുക്കിപ്പോൾ ഇത്രയും കിട്ടി. സെക്കൻഡിന് നമുക്ക് എന്താക്കി 1 ആക്കി. ദെൻ ഓക്കെ, അതായത് ഇവിടെ 1 വരാൻ വേണ്ടിയിട്ടാണ് ഇതിന് രണ്ടിനും കൂടിയിട്ടുണ്ട് ഇൻ്റർചേഞ്ച് ചെയ്ത് കൊടുത്തത്. ഇവിടെ 1 ഒന്നുമില്ല, അതിന് വേണ്ടിയിട്ടാണ് ഇൻ്റർചേഞ്ച് ചെയ്തത്. സോ റോ ഐക്കലൻ ഫോമിലേക്ക് നമുക്ക് വന്നു. സിൻസ് ദി എബവ് റോ ഐക്കലൻ ഫോം ഓഫ് എ ഹാസ് 3 ലീഡിങ് വൺസ്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ലീഡിങ് വൺസ് വരിക? 1 2 3 and 4 ആണ്. സോറി 3 ഉള്ളൂ, 4 ഇല്ല കേട്ടോ. ഇതും വരില്ല, ഇതും വരില്ല, കാരണം ഇവിടെ -1 ആണ്. ഓക്കെ, അത് ലീഡിങ് വൺസ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് വേരിയബിൾസ് വന്നു, സെക്കൻഡിൽ വന്നു ആൻഡ് തേർഡിൽ വന്നു. ഇവിടെയാണ് ശരിക്കും തേർഡിൽ വരേണ്ടത്, പക്ഷേ അവിടെ ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ വന്നത്. ഇവിടെ ഇനി വരികയാണെങ്കിൽ ഇവിടെ 4th പൊസിഷനിലാണ് വരേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കുക. അപ്പോൾ 3 ലീഡിങ് വൺസ് ആണല്ലോ. ഇറ്റ്സ് റോ ആൻഡ് കോളം സ്പേസസ് ആർ 3 ഡയമെൻഷൻ. അപ്പോൾ നമുക്ക് എന്ത് പറയാം, റോയും കോളം സ്പേസ്, റോ സ്പേസ് ആയാലും കോളം സ്പേസ് ആയാലും എന്താണ് 3 ഡയമെൻഷനാണ്. സോ അതിൻ്റെ റാങ്ക് എത്ര വന്ന് 3 എന്ന് വന്നു. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് എന്ത് കണ്ടെത്തണം, നള്ളിറ്റി ഓഫ് എ കാണണം. സോ വി മസ്റ്റ് ഫൈൻഡ് ദി ഡയമെൻഷൻ ഓഫ് ദി സൊല്യൂഷൻ സ്പേസ് ഓഫ് ദി ലീനിയർ സിസ്റ്റം എ എക്സ് ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് എന്ത് കാണണം, എ എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻ കാണണം. സോ സിൻസ് ദി എലമെൻ്ററി റോ ഓപ്പറേഷൻ ഡു നോട്ട് ചേഞ്ച് ദി സൊല്യൂഷൻ സ്പേസ് ഓഫ് ദി സിസ്റ്റം. അപ്പോൾ നമ്മൾ ഈ 6 കണ്ടെത്തിയില്ല, നമ്മൾ റോ ഐക്കലൻ ഫോം അത് എഴുതുക. അത് ഇൻറ്റു എത്ര 1 2 3 4 5 റോസ് ഉണ്ട്. സോ x1 x2 x3 x4 x5 5 എന്തുണ്ടാവും, അൺനോൺസ് ഉണ്ടാവും. ഈക്വൽ ടു 0 0 0. നമ്മൾ ഇൻറ്റു ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, x1 പ്ലസ് 0 x2. സോ x1 മൈനസ് 2 x3 പ്ലസ് x4 ഈക്വൽ ടു 0. x2 പ്ലസ് 3 x3 മൈനസ് x4 പ്ലസ് മൈനസ് x5 ഈക്വൽ ടു 0. ആൻഡ് നെക്സ്റ്റ് x4 മൈനസ് x5 ഈക്വൽ ടു 0 എന്ന് വന്നു. ഓക്കെ, അങ്ങനെ നമുക്ക് 3 ഇക്വേഷൻസ് കിട്ടും. ഇതിൽ നമ്മൾ ലീഡിങ് വേരിയബിൾസ് ആയിട്ട് നമ്മൾ എന്തൊക്കെ എടുത്തു, x1നെയും x2നെയും. ഇതിൽ നിന്ന് x1നെ കണ്ടെത്താം, ഇതിൽ നിന്ന് x2നെ കണ്ടെത്താം. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടെത്താം, x4നെയും കണ്ടെത്താം. ഓക്കെ, ഇത് വേരിയബിൾ. ഇനി ഇതിൽ ഏതൊക്കെയാണ് ഫ്രീ വേരിയബിൾസ് ആയിട്ട് വരുന്നത്, കാരണം 3 എണ്ണം ലീഡിങ് വേരിയബിൾ വരും, കാരണം നമ്മുടെ ഡയമെൻഷൻ 3 ആണ് വന്നിരിക്കുന്നത് റാങ്ക്. സോ 3 എണ്ണം ലീഡിങ് വേരിയബിൾ വരും. ദെൻ അടുത്തത് വേരിയബിൾസ് x3 ആൻഡ് x5 ആർ എന്താണ്, ഫ്രീ വേരിയബിൾസ് ആണ്. ബൈ അസൈനിങ് x3 ആൻഡ് x5 ദി ആർബിട്രറി വാല്യൂസ് r ആൻഡ് s റെസ്പെക്റ്റീവ്ലി വി ഗെറ്റ് ദി ജനറൽ സൊല്യൂഷൻ ഓഫ് ദി ഗിവൺ സിസ്റ്റം. അപ്പോൾ നമ്മൾ 6 s എന്ന് കൊടുത്തു ഏതിന്, x5നും x3ക്കും. സോറി, x3ക്ക് 6 എന്നും x5ന് s എന്നും കൊടുത്തു. ദെൻ അങ്ങനെയാണെങ്കിൽ നമ്മുടെ സിസ്റ്റം എന്തായി, x1 ഈക്വൽ ടു 2r മൈനസ് s. കാരണം എന്താ വെച്ചാൽ x5ഉം x4 എന്താണ്, ഈക്വൽ ആണ്. സോ x2 ഈക്വൽ ടു നമ്മൾ എഴുതി, അതുപോലെ x3 ആണെന്ന് എഴുതി, x4 s ആണ്, x5 എന്താണ്, s ആണ്. ദെൻ ഹെൻസ് ദി കോളം വെക്റ്റർ ഫോം ഓഫ് ദി ജനറൽ സൊല്യൂഷൻ ഓഫ് ax ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ x1 x2 x3 x4 x5 ആൻഡ് 2r മൈനസ് s ഈക്വൽ ടു മൈനസ് 3r പ്ലസ് 4s. ഇങ്ങനെ നിങ്ങൾ അത് കണ്ടെത്തിയിട്ട് നമുക്ക് എന്ത് കിട്ടും, അതിൻ്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിൻസ് ദി നമ്പർ ഓഫ് പാരാമീറ്റേഴ്സ് ഇൻ ദി ജനറൽ സൊല്യൂഷൻ ഓഫ് ax ഈക്വൽ ടു 0 is 2. സോ ഡയമെൻഷൻ നള്ളിറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ആണ്. ദെൻ റാങ്ക് ഓഫ് എ പ്ലസ് നള്ളിറ്റി ഓഫ് എ എന്ന് പറഞ്ഞാൽ 3 + 2 ഈക്വൽ ടു 5 ആണ്. 5 അല്ലേ നമ്മളുടെ നമ്പർ ഓഫ് കോളംസ് നോക്കാം. നമ്പർ ഓഫ് കോളംസ് എത്രയാണ്, 1 2 3 4 5. ദെൻ ഇവിടെ വെച്ചിട്ട് നിങ്ങൾക്ക് ഇതൊന്നും എഴുതേണ്ട ആവശ്യമില്ല. ഇവിടെ നമുക്ക് ലീഡിങ് വേരിയബിൾ 3 ആണെന്ന് വന്നിട്ടുണ്ട്. മൊത്തം നമുക്ക് എത്ര വേരിയബിളുള്ളത്, 1 2 3 4 5 അല്ലേ. അപ്പോൾ 3 ലീഡിങ് വേരിയബിൾ ആണെങ്കിൽ ബാക്കി 2 എന്ത് വരിക, നള്ളിറ്റിയുടെ ഡയമെൻഷൻ വരും. ഓക്കെ,
Then അടുത്ത് what is the maximum possible rank of an m by n matrix A that is not square? എന്താണ് മാക്സിമം പോസിബിൾ റാങ്ക് എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ സിൻസ് എ ഈസ് ആൻ എം ബൈ എൻ മെട്രിക്സ്, എ എന്ന് പറഞ്ഞൊരു എം ബൈ എൻ മെട്രിക്സ് ആണ്. ദി റോ വെക്റ്റേഴ്സ് ഓഫ് എ ലൈ ഇൻ ആർ എൻ ആൻഡ് കോളം വെക്റ്റേഴ്സ് ഓഫ് എ ലൈ ഇൻ ആർ എം. റോ വെക്റ്റേഴ്സ് ആർ എന്നിലും കോളം വെക്റ്റേഴ്സ് എവിടെയാണ് ആർ എമ്മിലുമാണ് ഉള്ളത് വിചാരിക്കുക. ഹെൻസ് റോ സ്പേസ് വിച്ച് ഈസ് എ സബ് സ്പേസ് ഓഫ് ആർ എൻ. റോ സ്പേസ് പറഞ്ഞാൽ ആർ എന്നിൻ്റെ സബ് സ്പേസ് ആണ്. അതേപോലെ ഇസ് അറ്റ്മോസ്റ്റ് എൻ ഡയമെൻഷൻ. അതിലെന്തുണ്ടാവും? മാക്സിമം എൻ ഡയമെൻഷനിലായിരിക്കും അതിൻ്റെ ഡയമെൻഷൻ പറഞ്ഞാൽ. അതേപോലെ കോളം സ്പേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർ എമ്മിൻ്റെ സബ് സ്പേസ് ആണ്, അതിൽ എം ഡയമെൻഷനിലാണ് ഉണ്ടാവുക. സിൻസ് റാങ്ക് ഓഫ് എ ഈസ് ദ കോമൺ ഡയമെൻഷൻ ഓഫ് ഇറ്റ്സ് റോ ആൻഡ് കോളം സ്പേസ്. റാങ്ക് ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താണ്? റോ സ്പേസിൻ്റെയും കോളം സ്പേസിൻ്റെയും കോമൺ ആയിട്ടുള്ള ഡയമെൻഷനാണ്. ഇറ്റ് ഫോളോസ് ദാറ്റ് റാങ്ക് ഈസ് അറ്റ്മോസ്റ്റ് ദി സ്മോളർ ഓഫ് എം ആൻഡ് എൻ. നമുക്ക് എന്ത് പറയാം? കോമൺ ആയിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ മിനിമം അല്ല, കോമൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിനിമം ഓഫ് എം എൻ ആണ് മീനിങ്. അപ്പോൾ റാങ്ക് ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മിനിമം ഓഫ് എം എൻ ആണ്. അപ്പോൾ കോമൺ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർക്കുക ഇസ് അറ്റ്മോസ്റ്റ് സ്മോളർ ഓഫ് എം ആൻഡ് എൻ ആണ്. അപ്പോൾ റാങ്ക് ഓഫ് എനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മിനിമം ഓഫ് എം കോമ എൻ എഴുതാം. ഓക്കെ, അവിടെ ദാറ്റ് ഇസ് നോട്ട് സ്ക്വയർ എന്നാണ് പറഞ്ഞത്. അപ്പോൾ റാങ്ക് ഓഫ് എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? മിനിമം ഓഫ് എം കോമ എൻ.